ഹായ് ഓൾ, ജെയ്മീൻ ഫേസ് 2ലേക്ക് ഇന്ന് നമ്മുടെ മുമ്പിൽ ഏകദേശം ഒരു മാസമാണ് ബാക്കിയുള്ളത്. ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതായത് ജെയ്മീൻ ഫേസ് 1 കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് എന്താണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിലും പല ആൾക്കാർക്കും അത് എക്സാമിനേഷൻ ഹാളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അവിടെ നിങ്ങൾ അനാലിസിസിലൂടെ എന്തൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിന് സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് വീഡിയോസും അതോടൊപ്പം തന്നെ ലൈവുകളും അതോടൊപ്പം തന്നെ പിന്നെ വെബിനാറുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മുമ്പ് പറ്റിയ മിസ്റ്റേക്ക് ഒന്നും പറ്റാതെ കണ്ട് ഇനിയുള്ള ഒരു മാസം വ്യക്തമായി പ്ലാൻ ചെയ്തുകൊണ്ട് ജെയ്മീൻ ഫേസ് 2 നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റുകൾ. നമുക്ക് ഒരുപാട് കണ്ടന്റ് അറിയുമെങ്കിലും അത് എക്സാമിനേഷൻ ഹാളിൽ വളരെ കൃത്യമായി വളരെ അക്യുറേറ്റായി മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ എത്തുന്ന രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒന്നല്ല ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഫുൾ മോക്ക് ടെസ്റ്റുകൾ എഴുതി ശീലിച്ചേ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ തരുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ മോക്ക് ടെസ്റ്റുകൾ എഴുതിയതിനു ശേഷം ചുമ്മാ ആ പേപ്പറോടെ മടക്കി വെച്ചിട്ട് പോവുകയല്ല വേണ്ടത്. ഓരോ മോക്ക് ടെസ്റ്റിലും നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ പറ്റിയിരിക്കുന്നത്, നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ എത്തിയിട്ട് തന്നെ ഉണ്ടാവില്ല. അതായത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് സമയം കഴിഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ എത്തിയിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നമുക്ക് പറ്റിയത് എന്ന് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ടൈം സ്പ്ലിറ്റിംഗ്, ഓരോ സബ്ജക്റ്റിനും എത്ര ടൈമാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ആക്ച്വൽ മെയിനിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 10ഓളം ഷിഫ്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. നമ്മുടെ ഷിഫ്റ്റ് ഏതാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അതിൽ ഫിസിക്സ് ടഫ്, ബാക്കി 2 ഈസി, അല്ലെങ്കിൽ കെമിസ്ട്രിയും ഫിസിക്സും ടഫ്, മാത്സ് ഈസി, അല്ലെങ്കിൽ മാത്സും ഫിസിക്സും ടഫ് അല്ലേ, ബാക്കി കെമിസ്ട്രി ഈസി, അങ്ങനെ പല തരത്തിലും ആവാം. അപ്പോൾ നമ്മൾ ആ ഒരു ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റണമെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതി ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പലതരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ട് ടൈംഡ് മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. 3 മണിക്കൂർ എക്സാം ആണെങ്കിൽ 3 മണിക്കൂർ ടൈമർ വെച്ച്, പ്രത്യേകിച്ച് ഓൺലൈൻ കുട്ടികളാണ് പറയുന്നത്, ടൈമർ വെച്ച് തന്നെ നമ്മൾ ആ ടൈം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ തുടരരുത്, അവിടെ പെൻഡാവും ആക്കി അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓരോ മോക്ക് ടെസ്റ്റിനും ശേഷവും നമ്മുടെ മിസ്റ്റേക്കുകൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ആയി നമ്മൾ ഫേസ് 2ലേക്ക് പോകണം. അതായത് സിറ്റുവേഷൻ ഏതായി കഴിഞ്ഞാലും, ഞാൻ പറഞ്ഞ പോലെ ഏത് ക്വസ്റ്റ്യൻ ടഫാണെങ്കിലും ഏത് പേപ്പർ അവിടെ നിന്നെടുത്തല്ലേ, സിറ്റുവേഷൻ ഏതാണെങ്കിലും, അതായത് ഏത് സബ്ജക്റ്റ് ടഫാണെങ്കിലും ഏത് സബ്ജക്റ്റ് ഈസി ആണെങ്കിലും, ഇനി എല്ലാം ഈസി ആണെങ്കിലും എല്ലാം ടഫാണെങ്കിൽ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിൽ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന തലത്തിലേക്ക് നമ്മൾ എന്താവണം, ഈ സമയത്തോണിൽ എത്തണം. അത് ഞാൻ ഒന്നും കൂടി പറയുകയാണ്, മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം, അനലൈസ് തന്നെ ചെയ്യണം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് നമുക്ക് CBT എഴുതി പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി Xylem നിങ്ങൾക്ക് GIB അവൈലബിൾ ആക്കി തരുന്നുണ്ട്. ഈ വരുന്ന 28, 29 തീയതികളിലാണ് GIB നടത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാ കുട്ടികളും ഈ GIBs നിർബന്ധമായിട്ടും നിങ്ങൾ എന്താക്കണം, എഴുതണം. അതിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുകയും വേണം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള QR കോഡ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്, അത് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. CBT മോഡ് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പെൻ ആൻഡ് പേപ്പർ എക്സാമിനുപരി നമുക്ക് അവിടെ ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ വരാനുണ്ട് അല്ലെ, മാർക്ക് ഫോർ റിവ്യൂ അല്ലെ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതുകൊണ്ട് നമ്മൾ സമരസപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സിസ്റ്റം നോക്കിയിട്ട് എക്സാമിനേഷൻ എഴുതാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ പേപ്പറും എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സ്പീഡിൽ കണ്ണോടിച്ച് നോക്കിയാനൊക്കെ നമുക്ക് പറ്റും. പക്ഷേ ഇതിലങ്ങനെ പറ്റില്ല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു സ്ട്രാറ്റജിയിലേക്ക്, നല്ല ഒരു മെയ്വഴക്കത്തിലേക്ക് നമ്മൾ എത്താനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ GIB എഴുതണം. അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ മോക്ക് ടെസ്റ്റുകളും എഴുതണം. അത് ടൈംഡ് ആയിട്ട് തന്നെ എഴുതണമെന്ന് പറയുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ നല്ല ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് എന്താക്കാൻ പഠിക്കാം. Xylem നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഒരുപാട് പ്രോഗ്രാമുകളായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ റിവീൽ ചെയ്യും. സോ ഓൾ ദി ബെസ്റ്റ്. പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട.